ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇടയ്ക്കൊരു പോൾ ഇട്ടിരുന്നതിൽ സെക്കൻഡ് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. സ്കോപ്പ് ഓഫ് നഴ്സിംഗ്. നഴ്സിംഗ് പഠിച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് സ്കോപ്പ് ഉള്ളത്, എന്തൊക്കെ ഫീൽഡ്സിൽ നമുക്ക് വർക്ക് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം, ഏതൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താണ് പറയുന്നത്. ആദ്യം തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് അടുത്ത ലെവലിലേക്ക് ഏതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഗവൺമെന്റ് സെക്ടറിൽ നമുക്ക് എന്തൊക്കെ വർക്ക് ചെയ്യാം എന്നുള്ളത്, എവിടേക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതും, അടുത്തതായിട്ട് പ്രൈവറ്റ് സെക്ടറിൽ നമുക്ക് എവിടേക്ക് വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഒരു വീഡിയോയിൽ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് സ്പെഷ്യലൈസേഷൻസ് എന്തൊക്കെയാണ്, ഏതൊക്കെ സ്പെഷ്യലൈസേഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ ഇടാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സ്കോപ്പാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. Hello guys, welcome back to my channel. I'm Jayalakshmi and you're here in the rhythm of Jay. Please do like, share and subscribe. ആദ്യം തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന്റെ ലെവലിലേക്ക് പോവാം. ഇപ്പോൾ GNM എന്ന് പറയുന്നത് ഒരു 3 ഇയർ കോഴ്സാണ്. അപ്പോൾ GNM എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ കോഴ്സാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ GNM-ഉം BSc നഴ്സിംഗും തമ്മിലുള്ള ഒരു ഡിഫറൻസും അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മുകളിലേക്ക് പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. താല്പര്യമുള്ളവർ അത് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ഫർദർ എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അപ്പോൾ GNM അങ്ങനെയാണ്, ഒരു ഡിപ്ലോമ കോഴ്സാണ്. അപ്പോൾ അതിനുശേഷം ഫർദർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് BSc എടുത്തിട്ട് അതിനെ BSc ലെവലിലുള്ള ഒരു ക്വാളിഫിക്കേഷനിൽ എത്തിക്കാം. അതിനുശേഷം BSc ലെവലിലുള്ള പിന്നീടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ BSc നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് MSc നഴ്സിംഗ് ഡയറക്റ്റ് ആയിട്ട് MSc നഴ്സിംഗ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ചെയ്യാം. ഒത്തിരി സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യലൈസേഷൻസ് എങ്ങനെ വരും എന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുവാണ് കണ്ടിന്യൂസ് ആയിട്ട്. സപ്പോസ് ഞാൻ വർക്ക് ചെയ്യാൻ കയറി, രജിസ്റ്റേർഡ് നഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ കയറിയതിന് ശേഷം ഞാൻ ICUവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ഇയേഴ്സോളം ഞാൻ ഒരു ICU നേഴ്സായിട്ട് ഞാൻ വർക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, അതിനുശേഷം എനിക്ക് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാറാൻ പോവുകയോ അല്ലെങ്കിൽ ഫർദർ ആയിട്ട് വേറെ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും. അതിൽ മെൻഷൻ ചെയ്തിരിക്കും 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ ICU എന്ന്. അപ്പോൾ നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴോ അടുത്തൊരു പുതിയ ഒരു ഫീൽഡിലേക്ക് നമ്മൾ പോകാൻ പോകുമ്പോഴോ നമുക്ക് കാണിക്കാൻ പറ്റും എനിക്ക് 3 ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് ആസ് എ ICU നഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ഹോസ്പിറ്റലിലും നമുക്ക് ICUവിലേക്ക് തന്നെ നമുക്ക് പോസ്റ്റിംഗ് തരൂ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ബിക്കോസ് ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ഓഫ് ICU നഴ്സ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാനായിട്ട് പറ്റും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ഉണ്ട്. അതൊരു 2 ഇയർ സ്പെഷ്യലൈസേഷൻ കോഴ്സസ് ആണ്. അത് ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ്. പക്ഷെ ഒരു സർട്ടിഫൈഡ് കോഴ്സ്, ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ സ്പെഷ്യലൈസ്ഡ് ആണ് എന്നുള്ളത് സർട്ടിഫൈ ചെയ്യണമെങ്കിൽ എന്തായാലും 2 ഇയർ ഉള്ള ആ ഒരു സ്പെഷ്യലൈസേഷൻ കോഴ്സ് എഡ്യൂക്കേഷൻ ആയിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് MSc നഴ്സിംഗിലേക്ക് പോവാം. MSc നഴ്സിംഗ് പഠിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാം, അതായത് PhD എടുക്കാം, റിസർച്ച് ഒക്കെ ആയിട്ട്. എന്നിട്ട് അതിൻ്റെ ഒരു ലെവലിലേക്ക് പോവാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഫർദർ അതിനുശേഷം ഈവൻ നമുക്ക് MBBS കോഴ്സിലേക്ക് വരെ നമുക്ക് ട്രൈ ചെയ്യാം അതിനൊക്കെ ശേഷം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫർദർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എഡ്യൂക്കേഷൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഏറ്റവും ബേസിക്, ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. BSc മാത്രമല്ല, ഏത് നഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഡിഗ്രി ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആണ്. അതിന് മുകളിലേക്കായിട്ട് ഒത്തിരി ഉണ്ട് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ എത്താൻ പറ്റുന്ന ഡിഫറെൻറ്റ് കോഴ്സസ് അവൈലബിൾ ആണ്. നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. നമുക്ക് പഠിച്ച് ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നമുക്ക് പോകാൻ പറ്റും വിത്ത് BSc നഴ്സിംഗ് ഡിഗ്രി. അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ ലെവലിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് വേണ്ടത്. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പഠിക്കാനല്ല, നമുക്ക് വർക്കിംഗ് ആണ് താല്പര്യം. അപ്പോൾ വർക്കിംഗ് ആണ് താല്പര്യമെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഏതൊക്കെയാണ് നമുക്ക് ഫീൽഡ് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ
ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പ്രൈവറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇപ്പോൾ വർക്ക് ചെയ്യാൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുക, നമ്മൾ എവിടെ നിന്നാണോ പഠിച്ചത്, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിൽ കേരളത്തിൽ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ നമ്മൾ പാസ് ഔട്ട് ആയത് ആ ഒരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു അപ്രൂവലൊക്കെ കിട്ടും. ആസ് എ നേഴ്സ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇന്ത്യയിൽ വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയൊക്കെ അപ്രൂവലൊക്കെ കിട്ടിയതിന് ശേഷം വി വിൽ ബി നേഴ്സ്, ആൻ ഇന്ത്യൻ നേഴ്സ്. അപ്പോൾ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത്. വി ക്യാൻ വർക്ക് ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ. നഴ്സിംഗ് ഹോംസിൽ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ നഴ്സിംഗ് ഹോംസ് എന്നൊക്കെ പറയുന്നത് അത്ര ഭയങ്കരമായിട്ട് ഉള്ളൊരു സെക്ടർ ഒന്നുമല്ല. അപ്പം നഴ്സിംഗ് ഹോംസ് എന്ന് പറയുന്നത് കെയർ ഗിവിങ്ങും റീഹാബിലിറ്റേഷനും അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീൽഡാണ്. നഴ്സിംഗ് ഹോംസിൽ നമുക്ക് വർക്ക് ചെയ്യാം. അതേപോലെ ഇനി പ്രൈവറ്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പൊ MSc ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കോളേജസിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതൊരു ഫീൽഡാണ്. നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം ഫോർ BSc നഴ്സസ്. അപ്പം നമ്മൾ MSc എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് BSc നഴ്സസിനെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ BSc നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് GNM പഠിപ്പിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ BSc നഴ്സിംഗ് കഴിഞ്ഞ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറൽ നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനുള്ളൊരു ക്വാളിഫിക്കേഷനും കൂടെ നമുക്ക് അവിടെ ആയിരിക്കുകയാണ്. സോ യു ക്യാൻ വർക്ക് ആസ് എ ടീച്ചർ. അടുത്തതായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഉണ്ട്. മെഡിസിൻസ് ഒക്കെ ഉണ്ടാക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പനീസിലൊക്കെ തന്നെ അവർ നഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കരിയർ എഡ്യൂക്കേറ്റേഴ്സ് ആവാൻ പറ്റും നമുക്ക് പ്രൈവറ്റ് ആയിട്ട്. കരിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ BSc നഴ്സിംഗ് കഴിഞ്ഞു, ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിയുമ്പോൾ ഫർദർ BSc നഴ്സിംഗ്, ഇപ്പോൾ നമ്മുടെ സ്കൂൾസിലൊക്കെ തന്നെ +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് കരിയർ ഡെവലപ്മെന്റ് ക്ലാസ്സസ് ഒക്കെ വരത്തില്ലേ. അപ്പോൾ അതിലൊക്കെ കുറേ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ട് അവർ വന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മുടെ കരിയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ക്ലാസ്സസ് എടുക്കുകയും ഒക്കെ ചെയ്യില്ലേ. അതാണ് കരിയർ ഡെവലപ്മെന്റ് എഡ്യൂക്കേറ്റേഴ്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു കരിയർ ഡെവലപ്മെന്റ് സെക്ടറിലേക്ക് ആഫ്റ്റർ ഫർദർ ട്രെയിനിങ് ഒക്കെ നമുക്ക് അങ്ങോട്ട് ഒരു ലെവലിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ട്രെയിനിങ് ക്ലാസ്സസ് ഒക്കെ എടുക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ ഒരു കരിയർ ഡെവലപ്മെന്റ് സെക്ടറിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. അടുത്തതായിട്ട് സ്കൂൾസിലും കോളേജസിലും ഒക്കെ തന്നെ മെഡിക്കൽ വിങ് ആണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്രമാത്രം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ പല വലിയ വലിയ സ്കൂൾസിലും ഒക്കെ എന്താ പറയുക, കുട്ടികളൊക്കെ ഇങ്ങനെ സ്റ്റേ ചെയ്തൊക്കെ പഠിക്കുന്ന ഒരുപാട് കോളേജസും സ്കൂൾസും ഒക്കെ കാണില്ലേ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് മെഡിക്കൽ വിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മെഡിക്കൽ വിങ്ങിൽ നമ്മൾ നഴ്സസ് കാണും. അപ്പോൾ അതേപോലെ സ്കൂൾസിലും കോളേജസിലും ഒക്കെ നഴ്സസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ, അതിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു രീതിക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഒരു കമ്പനീസിൽ ഇൻഡസ്ട്രിയൽ നേഴ്സ് ആയിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ടെക്നോ പാർക്കിലൊക്കെ നഴ്സസിനെ അവർ ഇൻഡസ്ട്രിയൽ നേഴ്സായിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ അതിനായിട്ട് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 2 to 5 years ഓഫ് നഴ്സിംഗ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വക സെക്ടറിലേക്ക് വർക്ക് ചെയ്യാനായിട്ട് പോവാം. ആസ് ആൻ ഇൻഡസ്ട്രിയൽ നേഴ്സ് ഒക്കെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന കുറച്ച് ഫീൽഡുകൾ. ഒത്തിരി ഫീൽഡ്സ് ഉണ്ട് കേട്ടോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡ്സ് ആണ് ഞാനിവിടെ പറയുന്നത്. ഇതാണ് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് ഫീൽഡുകൾ. ഇനി അടുത്തായിട്ട് ഗവൺമെന്റ് സെക്ടറിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു PSC ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആസ് എ ഗവൺമെന്റ് നേഴ്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, രജിസ്റ്റേർഡ് നേഴ്സ്. അപ്പോൾ ഇത് തന്നെ BSc കഴിഞ്ഞിട്ടുണ്ടെങ്കിലും GNM കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതേപോലെ MSc കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിങ്ങനെ ടെസ്റ്റ് എഴുതിയിട്ട് ഗവൺമെന്റ് ജോബിലേക്ക് കയറാൻ പറ്റും. ഇനി രണ്ടാമതായിട്ട് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റും. എയിംസ് പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് മെഡിക്കൽ ഹോസ്പിറ്റൽസിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. സെൻട്രൽ ഗവൺമെന്റ് നഴ്സിംഗ് സെക്ടറിലേക്കാണ് നമ്മൾ ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്കും അതേപോലെ ഇൻഡിവിജ്വൽ ആയിട്ടും പിന്നെ സ്പൗസിനും ഒക്കെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിലേക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എൻട്രൻസ് എഴുതാനും എയിംസ് എക്സാം എഴുതുക അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോബ്സിലേക്ക് കയറാനായിട്ട് പറ്റും.
അടുത്തതായിട്ട് പബ്ലിക് ഹെൽത്ത് നഴ്സ്. നമുക്ക് PHSCയിലും CHSCയിലും, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലും പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും ഒക്കെ നമുക്ക് നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിലേക്ക് വരും. നമുക്ക് സർവേസ് നമുക്ക് ചെയ്യാനായിട്ട് വരും. ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് നമുക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഗവൺമെന്റ് സെക്ടറിൽ ചെയ്യാൻ പറ്റും. കാരണം ഗവൺമെന്റ് സെക്ടറിൽ മിക്കവാറും എല്ലാ പോസ്റ്റിനും തന്നെ അവരുടെ ബേസിക് ക്വാളിഫിക്കേഷൻ, അതായത് ടെസ്റ്റ് എഴുതാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. അപ്പോൾ BSc നഴ്സിംഗ് തീർച്ചയായിട്ടും ഒരു ഡിഗ്രിയാണ്. അപ്പോൾ BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു സെക്യൂർഡ് ജോബ്, ആദ്യം ഒരു സെക്യൂർഡ് ജോബ്, അതിനുശേഷം നമുക്ക് ഗവൺമെന്റ് ജോബിലേക്ക് ട്രൈ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സെക്യൂർഡ് ജോബായിട്ട് നിങ്ങൾക്ക് BSc നഴ്സിംഗ് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബിലേക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ഫീൽഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സെക്യൂർഡ് ജോബും കിട്ടി, അതേപോലെ ഒരു നെക്സ്റ്റ് ഗവൺമെന്റ് ജോലിയിലേക്ക് നമുക്ക് കയറാനും പറ്റും. അപ്പോൾ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആയതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷം നമുക്ക് ഏത് ഗവൺമെന്റ് ജോബ്സ് വേണോ PSC ടെസ്റ്റിലേക്ക് എഴുതാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഗവൺമെന്റ് സെക്ടറിലേക്കുള്ള കാര്യങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് റെയിൽവേ നേഴ്സായിട്ട് കയറാനായിട്ട് പറ്റും, അല്ലെങ്കിൽ റെയിൽവേ മെഡിക്കൽ സെക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിന് റെയിൽവേ പരമായിട്ടുള്ള ടെസ്റ്റ് വേണം നമ്മൾ എഴുതാൻ. ഗവൺമെന്റ് ടെസ്റ്റുകൾ എഴുതാൻ പറ്റും ഫോർ റെയിൽവേ സർവീസസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റ് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് റെയിൽവേയിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റും. അടുത്തത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫീൽഡാണ് മിലിറ്ററി നഴ്സ്. അപ്പോൾ 25-നും 35-നും ഇടയിലെ ഏജുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള നഴ്സസിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് മിലിറ്ററി നഴ്സ്. സോറി, മെയിൽ കാൻഡിഡേറ്റ്സിനില്ല, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് മാത്രമാണ് വെൽക്കം. ഓൺലി ഫീമെയിൽ നഴ്സസ് ക്യാൻ ജോയിൻ മിലിറ്ററി നഴ്സിംഗ് സർവീസസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ മിലിറ്ററി നഴ്സിംഗ് സർവീസസിലേക്കുള്ള ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് മിലിറ്ററി റിക്വയർമെന്റ്സ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നല്ല ഫിസിക്കൽ അസസ്മെന്റും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിൽ നഴ്സിംഗിന്റെ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇംഗ്ലീഷ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ജനറൽ നോളജും ഒക്കെ വരുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങളൊരു മെഡിക്കൽ ടെസ്റ്റ്, നല്ല ഒരു ഫിസിക്കൽ റിക്വയർമെന്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതിനുശേഷമായിട്ട് ഡൽഹി ബേസ്ഡ് ആയിട്ട് നടത്തുന്ന ഒരു ഇന്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇങ്ങനെയുള്ള 3 ഒരു ലെവൽസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മിലിറ്ററി നേഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മിലിറ്ററി യൂണിഫോം ഒക്കെയാണ് ഇടുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു രോമാഞ്ചമല്ലേ, ഒരു നേഴ്സായിട്ട് നമുക്ക് മിലിറ്ററി നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മിലിറ്ററി നഴ്സിംഗ് എന്ന് പറയുന്ന സർവീസസിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഇന്ന് ഗവൺമെന്റ് സെക്ടറിൽ നേഴ്സസിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സൈഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസ് അല്ലെങ്കിൽ ഫീൽഡ്സ് എന്ന് പറയുന്നത്. നേവിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിനും ഇതേപോലുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പക്ഷെ വളരെ കുറവാണ്. ഇപ്പോൾ ആർമിയിലായാലും ആർമി റിക്രൂട്ട്മെന്റിലായാലും ഇപ്പോൾ നേവിയിലായാലും തന്നെ നേഴ്സസിന് കുറവാണ് കമ്പാരിറ്റീവ്ലി. അത്രയും ഒരുപാടൊന്നും അവർക്ക് ആവശ്യമില്ല, കുറവാണ്. അപ്പം ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഈ ആർമിയിലും നേവിയിലും ഒക്കെ തന്നെ നമുക്ക് കാസ്റ്റ് ബേസ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ സ്പെഷ്യലൈസേഷൻ വഴിയോ അങ്ങനെയൊന്നും അല്ല നമ്മൾ കയറുന്നത്. നമുക്ക് പ്യുവർലി മെറിറ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മുടെ BSc നഴ്സിംഗിൻ്റെ മാർക്കും കാര്യങ്ങളും ഒക്കെ തന്നെ നോക്കിയിട്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റുന്നത്. സോ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലൊക്കെ കയറണം അല്ലെങ്കിൽ നേവിയിലൊക്കെ കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫ്രം ദ ഫസ്റ്റ് സെം തൊട്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് നന്നായിട്ടുള്ള ഒരു സ്കോർ റേസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു മിലിറ്ററി നഴ്സിംഗ് സർവീസസ് അല്ലെങ്കിൽ നേവിയിലേക്കൊക്കെ കയറണം എന്നൊക്കെ ആഗ്രഹമുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ അവർക്ക് മാർക്ക് വേണം. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ അവർ ആ ഒരു ലെവലിൽ പഠിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസസിലൊക്കെ കയറാനായിട്ട് പറ്റും. ഇനിയും ഒരുപാട് ഫീൽഡുകൾ ഉണ്ട് കേട്ടോ. ലൈക്ക് ആംബുലൻസിൽ നേഴ്സായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും, കെയർ ഹോംസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും.
അതേപോലെ ജീറിയാട്രിക് സെന്റേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഓൾഡ് ഏജ് ഹോംസിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും, ഡിഫറെൻറ്റ് സ്കൂൾസും മെഡിക്കൽ ഓഫീസിങ്ങും പിന്നെ റിസർച്ച് സെന്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിസർച്ച് സെന്റേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് റിസർച്ച് ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എനിക്ക് റിസർച്ച് ഒട്ടും ഇഷ്ടമല്ല, MSc തന്നെ റിസർച്ച് വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. റിസർച്ച് എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ റിസർച്ച് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. പോയി സർവേ എടുക്കുക, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, മാത്തമാറ്റിക്കലി ആ റിസർച്ചും കാര്യങ്ങളും ഗ്രാഫും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് റിസർച്ച് സെക്ടേഴ്സിലേക്ക് അവർക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ റിസർച്ച് സെന്റേഴ്സിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫാർമക്യൂട്ടിക്കൽ ഏരിയാസിൽ മെഡിക്കൽ ഓഫീസിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ഫീൽഡ്സ്. നമുക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM അല്ലെങ്കിൽ MSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് ഫീൽഡ്സ് ആണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ളതും ഫീൽഡ്സ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാടാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഫീൽഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതൊക്കെ അറിയാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.